എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കേന്ദ്ര സർക്കാരിന്റെ ഡോക്യുമെന്റ് വാലറ്റായ ഡിജി ലോക്കറിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പ്രധാനപ്പെട്ട ID പ്രൂഫുകളായ ആധാർ കാർഡ്, പാൻ കാർഡ്, കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ്, സ്കൂൾ കോളേജ് സർട്ടിഫിക്കറ്റുകൾ, ഡ്രൈവിംഗ് ലൈസൻസ്, വണ്ടിയുടെ RC, റേഷൻ കാർഡ് തുടങ്ങി ഒട്ടുമിക്ക രേഖകളും ഈ ആപ്പിൽ ലഭ്യമാണ്. ഡിജി ലോക്കർ വെരിഫൈഡ് ആയിട്ടുള്ള രേഖകൾ എല്ലാ സർക്കാരിതര സംവിധാനങ്ങളിലും ഒറിജിനൽ രേഖയായി സ്വീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒറിജിനൽ രേഖകൾ നമ്മൾ കൊണ്ടു നടന്ന് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഇല്ലാതിരിക്കാൻ വേണ്ടി ഈ ആപ്പിൽ അത്യാവശ്യമുള്ള രേഖകളെല്ലാം ഡിജിറ്റൽ രേഖകളാക്കി സൂക്ഷിച്ച് അവ ആവശ്യമുള്ള സാഹചര്യങ്ങളിൽ ഈ ആപ്പ് വഴി തന്നെ സമർപ്പിക്കാവുന്നതാണ്. ഡിജി ലോക്കർ ഡൗൺലോഡ് ചെയ്യുവാനായി ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. അതിൽ മുകളിൽ സെർച്ച് ഭാഗത്തായി ഡിജി ലോക്കർ എന്നടിച്ചു കൊടുക്കുക. താഴെ കാണുന്ന ആപ്പാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. അതിൻ്റെ ചിഹ്നവും കാര്യങ്ങളും നോക്കി മനസ്സിലാക്കുക. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് ആപ്പ് നിർമ്മിച്ചിരിക്കുന്നത്. ഇൻസ്റ്റാൾ ആയതിനു ശേഷം അതിൻ്റെ സൈഡിൽ കാണുന്ന ഓപ്പൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 12 ഭാഷകളിൽ ഈ ആപ്പ് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ ഞാൻ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുന്നു. ഈ ആപ്പിന്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജുകളാണ് കാണിക്കുന്നത്. ഇത് സ്കിപ്പ് അടിക്കുകയോ നെക്സ്റ്റ് അടിക്കുകയോ ചെയ്യാം. നെക്സ്റ്റ് അടിച്ച് പോകുമ്പോൾ താഴെ ലെറ്റ്സ് ഗോ എന്നുള്ളൊരു ബട്ടൺ കാണും. അത് ക്ലിക്ക് ചെയ്യുക. മെയിൻ ഇന്റർഫേസിലേക്ക് വരും. അതിൽ താഴെ ഗെറ്റ് സ്റ്റാർട്ടഡിൽ ക്ലിക്ക് ചെയ്ത് സൈൻ ഇൻ ചെയ്യുകയോ ക്രിയേറ്റ് അക്കൗണ്ട് ചെയ്യുകയോ ചെയ്യാം. സൈൻ ഇൻ എന്ന് വെച്ചാൽ നേരത്തെ അക്കൗണ്ട് ഉള്ള ആൾക്കാരെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. അക്കൗണ്ട് ഇല്ലാത്തവർക്ക് ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. ക്രിയേറ്റ് അക്കൗണ്ട് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കും. അതിൽ ആദ്യം പേര് നൽകുക. അതിൽ നിങ്ങളുടെ ആധാറിൽ നൽകിയിരിക്കുന്ന അതേ പേര് നൽകണം. താഴെ ഡേറ്റ് ഓഫ് ബർത്ത്, അതിന് താഴെ നിങ്ങളുടെ ജെൻഡർ നൽകണം. മെയിൽ ഫീമെയിൽ സെലക്ട് ചെയ്യുക. അതിന് താഴെ മൊബൈൽ നമ്പർ, അതിന് താഴെ ഇമെയിൽ ID, അതിന് താഴെ ഒരു 6 അക്ക പിൻ നമ്പർ എൻ്റർ ചെയ്യണം. അത് നിങ്ങൾക്ക് ഓർമ്മ നിൽക്കുന്ന ഒരു 6 അക്ക നമ്പർ എടുക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ജനനമാസവും വർഷവും ചേർത്ത് ഒരു പിൻ നമ്പർ ഉണ്ടാക്കാവുന്നതാണ്. ജനനമാസം 2 ഡിജിറ്റും വർഷം 4 ഡിജിറ്റും, അങ്ങനെ 6 ഡിജിറ്റായി എൻ്റർ ചെയ്ത് 6 ഡിജിറ്റ് പിൻ ഉണ്ടാക്കാവുന്നതാണ്. ശേഷം സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ മൊബൈലിലേക്ക് ഒരു OTP വരും. ആ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഒരു 6 അക്ക നമ്പർ ആയിരിക്കും. അതിനുശേഷം നിങ്ങളുടെ ആധാർ വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അതിപ്പോൾ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ചില ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് ഈ ടൈമിൽ കാണിക്കാറുണ്ട്. അതുകൊണ്ട് അവിടെ സ്കിപ്പ് നൗ കൊടുത്താലും മതി. സ്കിപ്പ് നൗ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഹോം സ്ക്രീൻ കാണാം. അതിൽ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് പോലെ നിങ്ങളുടെ ഡിജി ലോക്കർ കൃത്യമായി പ്രവർത്തിപ്പിക്കണമെങ്കിൽ ആധാർ ലിങ്ക് ചെയ്യണം. അതിനുവേണ്ടി ആധാർ വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് ആധാർ നമ്പർ എൻ്റർ ചെയ്യുക. കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ ആധാർ നമ്പറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഫോൺ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP എൻ്റർ ചെയ്ത് സബ്മിറ്റ് കൊടുക്കുക. യുവർ ആധാർ ഈസ് ലിങ്ക്ഡ് ടു യുവർ അക്കൗണ്ട് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും. അതിൽ മുകളിൽ ആധാർ കാർഡ് എന്ന് കാണിക്കുന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്യൂഡ് ഡോക്യുമെന്റിലേക്ക് ആധാർ കാർഡ് വന്നിരിക്കുന്നത് കാണാം. അത് ഓപ്പൺ ചെയ്താൽ ഡിജി ലോക്കർ വെരിഫൈഡ് എംബ്ലം ഉള്ള ആധാർ കാർഡ് കാണാം. അടുത്തതായി പാൻ കാർഡ് ലിങ്ക് ചെയ്യാം. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഓപ്ഷനിൽ പോവുക. അവിടെ പാൻ നമ്പറും പാനിൽ നൽകിയിരിക്കുന്ന പേരും കൊടുത്ത് ഗെറ്റ് ഡോക്യുമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ പാൻ കാർഡ് ഇതിലേക്ക് ലിങ്ക് ആവുന്നതാണ്. അടുത്തത് കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ക്ലിക്ക് ചെയ്ത് ബെനിഫിഷ്യറി ID, നമ്മുടെ കോവിൻ ID അതിൽ എൻ്റർ ചെയ്ത് കൊടുക്കണം. അടുത്തത് ഡ്രൈവിംഗ് ലൈസൻസ്, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് കേരള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ കൊടുക്കുക. താഴെ ഗെറ്റ് ഡോക്യുമെന്റ് കൊടുക്കുക. അടുത്തത് ക്ലാസ് 10ന്റെ മാർക്ക് ഷീറ്റ്. അത് നമ്മുടെ കേരളത്തിൻ്റെ അത് കാണാൻ സാധ്യതയില്ല. അത് സ്റ്റേറ്റ് വൈസ് സെർച്ച് ചെയ്യുന്ന ഓപ്ഷനിൽ എടുത്ത് നോക്കേണ്ടി വരും. അടുത്ത റേഷൻ കാർഡ്, സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് കേരള സെലക്ട് ചെയ്യുക. ആധാർ നമ്പർ കൊടുക്കുക, അല്ലെങ്കിൽ അവിടെ റേഷൻ കാർഡ് നമ്പർ കൊടുക്കുക. ഗെറ്റ് ഡോക്യുമെന്റ് കൊടുക്കുക. ഇതുപോലെ ആപ്പിലെ എല്ലാ സർവീസുകളും ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. അതിൽ നമുക്ക് ആവശ്യമുള്ള രേഖകൾ കാണുകയാണെങ്കിൽ അതിനുള്ള ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്യൂഡ് ഡോക്യുമെന്റിലേക്ക്
രേഖകൾ വരുന്നതായിരിക്കും. ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ആധാർ കാർഡിലുള്ള ഡീറ്റെയിൽസ് ഈ ഡോക്യുമെന്റുമായിട്ട് മാച്ച് ആണെങ്കിൽ മാത്രമേ രേഖകൾ ലഭിക്കുകയുള്ളൂ. എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്കോ ഡേറ്റ് ഓഫ് ബർത്ത് തകരാറോ ഉണ്ടെങ്കിൽ ഫെച്ചിങ്ങിന് ബുദ്ധിമുട്ട് വരുന്നതാണ്. പല എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും യൂണിവേഴ്സിറ്റികളും ഒക്കെ ഇതിലേക്ക് ലിങ്ക്ഡ് ആണ്. സ്റ്റേറ്റ് വൈസ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളും കാണിക്കുന്നുണ്ട്. അതിൽ നമ്മുടെ കേരളം സെലക്ട് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ കാണുമെന്ന് നോക്കാം. സ്കിൽ സർട്ടിഫിക്കറ്റ്, സ്കിൽ എൻഹാൻസ്മെന്റ്, ക്ലാസ് 12 പാസിംഗ് സർട്ടിഫിക്കറ്റ്, വൊക്കേഷൻ ഹയർ സെക്കൻഡറി, ഡിഗ്രി, ഡിപ്ലോമ, അങ്ങനെ ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. ഇതിൽ വില്ലേജ്, താലൂക്ക് സർട്ടിഫിക്കറ്റുകളും ആഡ് ചെയ്യാവുന്നതാണ്. നേറ്റിവിറ്റി, നോൺ ക്രീമി ലെയർ, വൺ ടൈം വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്, PSCയുടെ ക്ലാസ് 10 ലിവിംഗ് സർട്ടിഫിക്കറ്റ്, അതാണ് ഞാൻ SSLCയുടെ കാര്യം പറഞ്ഞത്. കേരളത്തിന്റെ സർട്ടിഫിക്കറ്റുകൾ നമുക്ക് കേരളത്തിന്റെ ഈ സ്റ്റേറ്റ് വൈസ് ഉള്ള സെക്ഷനിൽ പോയി എടുക്കുന്നതായിരിക്കും എളുപ്പം. പലതും സെൻറ്റർ നൽകിയിരിക്കുന്ന പേരായിരിക്കില്ല കേരളത്തിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ നമുക്ക് കാറ്റഗറി വൈസിലും സെർച്ച് ചെയ്യാം. സെൻട്രൽ ഗവൺമെന്റ്, ഇൻഡസ്ട്രിയൽ, എഡ്യൂക്കേഷണൽ, ഗവൺമെന്റ്, പബ്ലിക് സെക്ടർ, അങ്ങനെ ഓരോ സെക്ഷൻ തന്നിട്ടുണ്ട്. പല രീതിയിലും ചെക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഡാറ്റ കൊടുത്ത് ഫെച്ച് ചെയ്ത് എടുത്ത ഡോക്യുമെന്റ്സ് എല്ലാം ഇഷ്യൂഡ് ഡോക്യുമെന്റ്സ് എന്നുള്ള സെക്ഷനിൽ കാണും. എല്ലാ ഡോക്യുമെന്റും അതിൽ വന്നിട്ടുണ്ടാവും. അത് ഓരോന്നോരോന്നും നമുക്ക് എടുത്തു നോക്കാനും എവിടെയെങ്കിലും സബ്മിറ്റ് ചെയ്യാനും ഇഷ്യൂഡ് ഓപ്ഷനിലാണ് പോകേണ്ടത്. ഡിജി ലോക്കർ റീഇൻസ്റ്റാൾ ചെയ്യേണ്ട ഒരു ആവശ്യം വരികയാണെങ്കിൽ സൈൻ ഇൻ ഓപ്ഷൻ ഉപയോഗിച്ചാണ് ലോഗിൻ ചെയ്യേണ്ടത്. മൊബൈൽ നമ്പർ കൊടുത്ത് നെക്സ്റ്റ് കൊടുത്ത് OTP എടുത്തുകൊണ്ട് നമുക്ക് സൈൻ ഇൻ ചെയ്യാം. അല്ലെങ്കിൽ ആധാർ നമ്പറും അതിന് താഴെ നമ്മൾ കൊടുത്തിരിക്കുന്ന 6 ഡിജിറ്റ് സെക്യൂരിറ്റി പിൻ നമ്പറും കൂടി കൊടുത്ത് സൈൻ ഇൻ കൊടുക്കാം. അപ്പോഴും ഒരു OTP വരും. അത് എൻ്റർ ചെയ്തിട്ട് നമുക്ക് ഈ ഡിജി ലോക്കറിൻ്റെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഇത്തരം വീഡിയോകൾക്ക് വേണ്ടി ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കൂ. താങ്ക് യു.